ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 112 മുമ്പോട്ട് പോകട്ടെ. ഭാഗം 112 മുമ്പോട്ട് പോകട്ടെ ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം ഗുരുദേവൻ പർണശാലയിൽ നിന്നിറങ്ങി ശിവഗിരിയുടെ താഴ്വാരത്തുള്ള തോടിന് സമീപത്തെത്തി. 2-3 സന്യാസിമാരും ചില അന്തേവാസികളും അവിടെ ഉണ്ടായിരുന്ന ഏതാനും ഭക്തജനങ്ങളും അപ്പോൾ ഗുരുദേവനെ അനുഗമിച്ചു. പാലത്തിനടുത്തായി തയ്യാറാക്കി നിർത്തിയിരുന്ന റിക്ഷാ വണ്ടിയിൽ ഗുരുദേവൻ കയറിയിരുന്നു. തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനായിട്ടാണ് ഗുരുദേവൻ റിക്ഷായിൽ കയറിയിരുന്നത്. 2 പേർ ചേർന്ന് ആ റിക്ഷാ വണ്ടി വലിച്ചുകൊണ്ടുപോയി. സന്യാസിമാരാകട്ടെ ആ റിക്ഷാവണ്ടിയെ പിന്തുടർന്നുകൊണ്ട് നടക്കുകയും ചെയ്തു. ഇടതൂർന്ന് വളർന്നു നിന്നിരുന്ന മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിലൂടെയായിരുന്നു വഴി. കയറ്റം കയറി റിക്ഷ വർക്കലയിലെ റെയിൽവേ പാളം മുറിച്ചു കടക്കേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു അതുവഴി കടന്നു പോവുകയായിരുന്നു. അന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് ദിവസത്തിൽ 2 തീവണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതറിയാമായിരുന്ന ഒരു സന്യാസി ആ തീവണ്ടി കടന്നു പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇനി അടുത്ത ദിവസമേ തിരുവനന്തപുരത്തേക്ക് വണ്ടിയുള്ളൂ, അതുകൊണ്ട് നമുക്ക് മഠത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അത് കേട്ട് റിക്ഷാവണ്ടി വലിച്ചിരുന്നവർ ഗുരുദേവനെ ഇനി എന്തു വേണമെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. മുമ്പോട്ട് പോകട്ടെ, ഗുരുദേവൻ കൽപ്പിച്ചു. അങ്ങനെ റിക്ഷാവണ്ടി വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ അവർ വലിച്ചുകൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ നിമിഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞിരുന്ന ആ തീവണ്ടി നേരത്തെ പോകേണ്ടതായിരുന്നുവെന്ന് മനസ്സിലായി. മാത്രമല്ല, ഗുരുദേവൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിച്ചു വന്ന തീവണ്ടി വരാറാകുന്നതേ ഉള്ളുവെന്നും അവർക്ക് മനസ്സിലായി. എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നു. ഗുരുദേവൻ യാതൊരു ഭാവഭേദവും കൂടാതെ റിക്ഷായിൽ നിന്നും ഇറങ്ങി സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ചെന്ന് ഇരിപ്പായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി വന്നു. സ്റ്റേഷനിൽ നിന്ന് അതിൽ കയറി ഗുരുദേവൻ യാത്രയായി. ഗുരുവേ ദേവാ വന്നാലും ശാന്തി പകർന്നു തന്നാലും ഭക്തവത്സല ഭക്തവത്സല ശിവഗിരിനാഥ ദീനദയാലോ ദീനദയാലോ ശിവഗിരിനാഥ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 112 മുമ്പോട്ട് പോകട്ടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.